അത് കൃത്യമായി അതായത് ആകാശ് തില്ലങ്കേരി ഈ അർജുൻ ആയങ്കിമാർക്ക് പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ് അല്ലേ? അല്ല, അത് ആദ്യഘട്ടത്തിൽ എന്തായാലും സഹായം ഉണ്ടാവുമല്ലോ. അവർക്ക് ഈ പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായി എല്ലാ ലീഡർഷിപ്പും അല്ല, പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരതിനെ ദുരുപയോഗം ചെയ്തതാണ്. ആ ലീഡർഷിപ്പ് അതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ലേ. പക്ഷേ ഈ ടീം അതിനെ ദുരുപയോഗം ചെയ്തിട്ട് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പല 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 സ്ഥലങ്ങളിലും. അല്ല, ഞാൻ പറഞ്ഞില്ല, അത് നമ്മുടെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. പലപ്പോഴും നമ്മളെ വ്യക്തിയെ സമൂഹം സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ ഒരു പൊതു സാഹചര്യത്തിൽ ഈ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയ്ക്കകത്തുനിന്ന് നമുക്ക് ഒരു സന്തോഷം, നമ്മുടെ പ്രവർത്തനത്തിൽ നമുക്ക് സ്വയം തോന്നുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അത് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അങ്ങനെ ഒരു തീരുമാനമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് എന്തിനാണോ നിങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ എന്തിനാണോ CPM നിന്നത്, എന്ത് ആദർശത്തിൻ്റെ പേരിലാണോ, അത് പാർട്ടിയിൽ ഇല്ല എന്ന തിരിച്ചറിവാണ്. അതങ്ങനെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കാലം മാറിയതനുസരിച്ച് രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ മാറുക, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അതിനനുസരിച്ച് നവീകരിക്കപ്പെടണം. അങ്ങനെ ആകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതായത് പാർട്ടിക്കുള്ളിൽ പുഴുക്കുത്തുകൾ കൂടി വരികയാണ്, പാർട്ടി തന്നെ പറഞ്ഞാണ്. അത് പാർട്ടി തന്നെ കണ്ടെത്തിയ കാര്യമാണല്ലോ. അത് തിരുത്തണം എന്നാണ് പറയുന്നത്. തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തട്ടെ, നല്ലതാണ്. തിരുത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷമേ പാർട്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാ തിരുത്തലും മാറും ഒക്കെ. ഈ പാർട്ടി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് അത് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് അധികമൊന്നും തിരുത്താൻ കഴിയുന്ന ഒരു ശേഷി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇല്ല. അതെ, തിരുത്തും എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസമാണ്, ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. തീർച്ചയായും ഇനാക്റ്റീവായതിനു ശേഷമേ എല്ലാ നേതാക്കളെയും താങ്കളെ അറിയാത്ത നേതാക്കളൊന്നുമല്ല, പിന്നീടുള്ള ഒരാൾ ആരും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അല്ല, പാർട്ടി ലീഡർഷിപ്പൊക്കെ എന്നോട് സംസാരിച്ചിരുന്നു. ഞാൻ അവരോട് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ ഡിവൈഎഫ്ഐ പോലൊരു കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ CPM ഏറ്റവും ശക്തമായ ഘടകമുള്ള ഒരു ജില്ലയിൽ ഡിവൈഎഫ്ഐ ഇങ്ങനെയായി പോകുന്നതിൽ സങ്കടമുണ്ടോ? അല്ല, അതങ്ങനെ സങ്കടപ്പെടുന്നതിൽ ഒന്നും അർത്ഥമില്ലല്ലോ. നമ്മുടെ ഇമോഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമൊന്നല്ലല്ലോ ഇത് സ്വാഭാവികമായി ഈ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ള ഓരോ മാറ്റങ്ങളാണ്. എന്തായാലും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നന്നായി വരാം, കൂടുതൽ നന്നായി വരാം. ഒറ്റ കാര്യം കൂടി നേരത്തെ പറഞ്ഞ പോയിന്റിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്, അതായത് ഈ സോഷ്യൽ മീഡിയ ആൾക്കൂട്ടം അവർ ആ കാലത്ത് താങ്കളെ തുടർച്ചയായി ടാർഗറ്റ് ചെയ്തിരുന്നു. അത് ആരാണെന്നുള്ളതും വ്യക്തമാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇതിനകത്തു നിന്ന് തന്നെയുള്ള ആളുകൾ ഈ നിലയ്ക്ക് താങ്കളെ അറ്റാക്ക് ചെയ്യാനും സൈബർ അറ്റാക്ക് ചെയ്യാനും ഈ പറയുന്ന ലിഞ്ചിങ്ങിനും ഒക്കെ ഉള്ളൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയുണ്ട്. അതൊക്കെ ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പാർട്ടിക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്തൊരു കടന്നൽക്കൂട്ടം പോലെയാണത്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് നേരെ അക്രമം വരും. ഇപ്പം ഞാൻ തുടങ്ങിയപ്പം പറഞ്ഞല്ലോ, ഇപ്പം ചാനലുകളിൽ തെറ്റായ ഇത് സംബന്ധിച്ച് ഒട്ടും നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ ഒട്ടും അടിസ്ഥാനപരമല്ലാതെ 1-2 ചാനലുകൾ വാർത്ത വന്നല്ലോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഒഴിവായതും സംബന്ധിച്ചും ഇതെല്ലാം സംബന്ധിച്ചും. പക്ഷേ വളരെ അത് ഈ പറഞ്ഞ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്ന്, സോഴ്സിൽ നിന്ന് നമ്മളോട് വളരെ സ്നേഹമുള്ള ആളുകൾ കൊടുത്ത വിവരമാണത്. ഇങ്ങനെ ഇദ്ദേഹം ഒഴിവായിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വാർത്ത കൊടുക്കാം, അത് വേണമെങ്കിൽ ഇങ്ങനെ എരിവും പുളിയും ചേർത്ത് വാർത്ത കൊടുക്കുക എന്നുള്ളത് അങ്ങനെ കൊടുക്കുന്നതാണല്ലോ. അതിനകത്ത് എന്താ സംശയമുള്ള കാര്യം? അതിനും നമ്മൾ കീഴ്പ്പെട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചുകൂടെ ഫ്രാങ്കായിട്ട് ചോദിക്കാൻ പറ്റും. അതായത് അർജുനായെങ്കിൽ മനുവിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, മനുവിനെ അപമാനിച്ചുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട്. അവിടെയാണ് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ പേര് തന്നെ പറയുന്നത് താല്പര്യമില്ല. ഞാൻ ഈ ആളുകളുടെ പേര് ഒരിക്കലും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ സംസാരിച്ചിടത്തൊന്നും ഈ പറഞ്ഞ ആളുകളെ പേര് ഉപയോഗിച്ചു. കാരണം എന്തിനാണ് നമ്മളവരെ ആളാക്കേണ്ട കാര്യം? ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചല്ല ഈ വിഷയമുള്ളത്. ഇതൊരു പൊതു നിലപാടിൻ്റെ വിഷയം പാർട്ടിക്കകത്ത് എടുക്കേണ്ടതാണ്. പാർട്ടി ആ കാര്യത്തിനകത്ത് നിലപാട് എടുത്തിട്ടുണ്ട്. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ പാർട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് വളരെ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും ഇതിനെ വിഴുങ്ങാൻ മാത്രം അവർ വളർന്നിരുന്നു. ഏറ്റവും അവസാനം പാർട്ടി അത് തിരിച്ചറിഞ്ഞ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു പരിധിവരെ പാർട്ടിക്ക് ഗുണകരമായിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ ഈ ആദ്യത്തെ ഒരു വലിയ ഘട്ടം, ഈ പാർട്ടി ആകെ ഗ്രസിച്ച് നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത് പറഞ്ഞ് നമ്മളൊക്കെ ബലിയാടുകളാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അർജുനെയും ആകാശം അടക്കമുള്ള ടീമിനെ പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ അവരെ സഹായിച്ച ആളുകളുണ്ടോ, നേതാക്കളുണ്ടോ കണ്ണൂരിൽ? തീർച്ചയായിട്ടും. അതുകൊണ്ടായിരിക്കില്ല അവരങ്ങനെ ആയിട്ടുണ്ടാവുക. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഉള്ള കാര്യം എന്തിനും ഇല്ലയെന്ന് പറയുന്നു, അതെന്തായാലും ഉണ്ടാവും. ഇല്ല, ഞാൻ അങ്ങനെ ഞാൻ സ്വയം ഈ കാര്യങ്ങൾ കൊണ്ട് അങ്ങ് ഒതുങ്ങിയതാണ്. സ്വയം ഒതുങ്ങിയതാണ്. സോഷ്യൽ മീഡിയ സംഘങ്ങളെ നേതാക്കളെയൊക്കെ പാർട്ടിയുടെ സ്വത്തല്ലാതെ അവരുടെ സ്വത്താക്കി നടക്കുന്നു എന്ന് മുമ്പ് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? എങ്ങനെ ചില നേതാക്കളെയൊക്കെ ഈ സോഷ്യൽ മീഡിയ സംഘങ്ങൾ, ഈ പറയുന്ന ക്രിമിനൽ സംഘങ്ങൾ അവരുടെ
അതാ അങ്ങനെ ചില ആളുകൾ അവരുടെ ആളുകളായിട്ട് അവരിങ്ങനെ സ്വയം പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയില്ലേ ഇനി. അവരും പോയി നേതാക്കൾ. അതെ അതെ അതെ. പിന്നെ ഇപ്പോൾ താങ്കൾ ഈ ഷാജിറിനെതിരെ കൊട്ടേഷൻ ബന്ധം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ബന്ധം എന്ന് ആരോപിക്കുമ്പോൾ അതേ ഷാജിർ തന്നെ തില്ലങ്കേരിയിൽ പബ്ലിക്കായിട്ട് പറഞ്ഞു ആകാശ് തില്ലങ്കേരിക്കെതിരെ അതിരൂക്ഷ വിമർശനം നടത്തി. അപ്പോൾ അങ്ങനെ ബന്ധമുള്ള ഒരാൾ അങ്ങനത്തെ ഒരു വിമർശനത്തിൽ നിൽക്കുമോ? രാഷ്ട്രീയ പ്രവർത്തനമല്ലേ. അതായത് കുറെ കൃത്യമായി, അതായത് ആകാശ് തില്ലങ്കേരി ഈ അർജുൻ ആയങ്കിമാർക്ക് പാർട്ടിയിൽ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ് അല്ലേ? അല്ല, അത് ആദ്യഘട്ടത്തിൽ എന്തായാലും സഹായം ഉണ്ടാവുമല്ലോ. അവർക്ക് ഈ പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായി എല്ലാ ലീഡർഷിപ്പല്ല, പാർട്ടിയിലെ ചില ലീഡർഷിപ്പുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരതിനെ ദുരുപയോഗം ചെയ്തതാണ്. ആ ലീഡർഷിപ്പ് അതിനെ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ലേ. പക്ഷേ ഈ ടീം അതിനെ ദുരുപയോഗം ചെയ്തിട്ട് അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇന്നും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അത് കണ്ണൂർ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പാർട്ടി തിരിച്ചറിഞ്ഞ് തിരുത്താൻ തയ്യാറായാലും പാർട്ടിക്ക് നല്ലതാണ്. ഇപ്പോഴും അവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. തീർച്ചയായും ഉണ്ട്. അതിന് സംശയം എന്താ? അത് നിങ്ങൾക്കറിയാത്ത കാര്യമാണ് എന്നോട് ചോദിക്കുന്നത്. നിങ്ങൾക്കാർക്കും അറിയാത്ത കാര്യം എന്നോട് ചോദിക്കുന്നത്. ലീഡർഷിപ്പിനെ മൊത്തം വിട്ടേക്കൂ. അതിൽ നിന്ന് ഇവരുമായിട്ടുള്ള ബന്ധം മാത്രമല്ല മറ്റു പല നേട്ടങ്ങളും ഉണ്ടാക്കിയവരും ഉണ്ട്. ബിസിനസ് പാർട്ട്നേഴ്സ് ആ രീതിയിൽ എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. അത് ആ കാര്യങ്ങൾ നമ്മൾ പാർട്ടി സംഘടനയെ ബാധിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ, അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പാർട്ടി മാറി പുതിയ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നു? അങ്ങനെ ഒരു ആലോചനയില്ല. കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ തുടരും. തീർച്ചയായും ഞാൻ എല്ലാ കാലത്തും ലെഫ്റ്റായിരിക്കും. മനുഷ്യൻ്റെ പക്ഷമാണല്ലോ, അവിടെ ലെഫ്റ്റായിരിക്കും. പാർട്ടിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു കാരണവശാലില്ല. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഓക്കെ, പാർട്ടി പ്രവർത്തിക്കട്ടെ. പാർട്ടി സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട പാർട്ടിയാണ്. അതിന് തെറ്റുപറ്റുന്നത് തിരുത്തുന്നുണ്ട് നല്ലത്, സമൂഹത്തിന് നല്ലത്. നമ്മുടെ നിലപാടുകളായിട്ട് നമ്മൾ തുടരും. നമ്മുടെ നിലപാടായിട്ട് നമ്മൾ തുടരും. അത് പിന്നെ എന്താ സംശയം? ഇല്ലില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇതുപോലെ കണ്ണൂർ പോലത്തെ ഒരു പാർട്ടി ഘടകത്തിനകത്ത് വന്നിട്ട് ഞാൻ പിന്നെ പോയിട്ട് പിന്നെ തിരിച്ചു വരിക എന്താ? പാർക്കൊന്നുമല്ലല്ലോ. ഒരു ചെറിയ ധൈര്യമൊന്നുമല്ലല്ലോ. അല്ല, അത് നിലപാടുണ്ടെങ്കിൽ, വ്യക്തിപരമായ നിലപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തീരുമാനം എടുക്കുന്നതിന് ഒരു പ്രയാസമില്ല. നിലപാടില്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കാം. ഈ ജില്ലയെക്കുറിച്ചും ഈ പാർട്ടിയെക്കുറിച്ചും ഇതിലെ ആളുകളെക്കുറിച്ചും ഒക്കെ നല്ല ധാരണയും ബോധ്യവും, അത് കൂടാതെ ഇത് പുറത്തു നയിക്കുന്ന ക്രിമിനൽ സംഘങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുള്ള അയ്യോ, അങ്ങനത്തെ ഒരു ബോധ്യമൊക്കെ കുറവില്ല. അതിനകത്ത് നിൽക്കുമ്പോഴും എനിക്ക് നല്ല ബോധ്യമുണ്ട്, നിൽക്കാത്തപ്പോൾ ബോധ്യമുണ്ട്. മൊത്തം എത്ര വർഷം പ്രവർത്തിച്ചു? ഞാൻ ഒരു 25 വർഷത്തോളം, പാർട്ടി മെമ്പർഷിപ്പിൽ വന്നിട്ട് 24 വർഷമായിട്ടായി.